തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ മിനി സിവിൽ സ്റ്റേഷന് തറക്കല്ലിടുമെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഈരാറ്റുപേട്ടയിൽ പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിലാണ് MLA ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. മിനി സിവിൽ സ്റ്റേഷനായി കണ്ട സ്ഥലത്തിന്റെ രീതി അനുസരിച്ചാണ് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കുക. സർക്കാരിന്റെ കീഴിൽ വിവിധ പ്രക്രിയകളിലൂടെ കടന്നാണ് അംഗീകാരം ലഭിക്കുക. മരം മുറിച്ചുമാറ്റൽ, സോയിൽ ടെസ്റ്റിംഗ്, സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് സംഗതികൾ ഇവയൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും MLA പറഞ്ഞു. ലാഗ് ചെയ്തു പോയി. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എസ്റ്റിമേറ്റ് പ്ലാനും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അന്തരീക്ഷം കണ്ടുകൊണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് സ്ഥലത്താണോ പണിയുന്ന ആ സ്ഥലത്തിനനുസരിച്ചും എസ്റ്റിമേറ്റ്. അതിനൊക്കെ നമ്മുടെ സർക്കാരിൽ ഒത്തിരി സംവിധാനമുണ്ട്. ഇതിന് സ്ട്രക്ചറൽ ഡിസൈൻ, അതിൻ്റെ ഡിസൈൻ വിങ്ങിൽ പോകണം, അതിൻ്റെ പല ഓഫീസ് കയറി ഇറങ്ങി വേണം അപ്രൂവൽ. അതൊക്കെ ആയി. അതിനോടനുബന്ധിച്ച് സോയിൽ ടെസ്റ്റിങ്, അതുപോലെ തന്നെ സ്ഥലം ക്ലിയർ ചെയ്യുന്നതായിട്ട് മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ. ഏതായാലും ചുരുക്കത്തിൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ ഇപ്പോൾ ഇലക്ഷൻ 2 ആഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്നുള്ളത് അതിന് മുമ്പ് ടെൻഡർ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈരാറ്റുപേട്ടയിലെ മുഴുവൻ ജനപ്രതിനിധികളെയും സദസ്സിലുള്ള പ്രമുഖരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പരമാവധി ഒരു മാസത്തിനുള്ളിൽ, ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അതിനുശേഷം പരമാവധി ഒരു മാസത്തിനുള്ളിൽ ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷന് കല്ലിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊട്ടനേകം കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല.